Hi everyone, how are you? I'm Nimnaga Koda, Xylem IELTS OETPT TOEFL IELTS faculty ആണ്. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. IELTSന്റെ 2 ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാവുക. ലാസ്റ്റ് ക്ലാസ് വാസ് ബൈ പാർവതി മാം. പാർവതി മാം നിങ്ങൾക്ക് ലിസണിംഗ് മൊഡ്യൂളിന്റെ ഓവർവ്യൂ പഠിപ്പിച്ചിട്ടുണ്ടാവും ആൻഡ് ചിലപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീഡിംഗ് മൊഡ്യൂളിന്റെ ഓവർവ്യൂ ആണ്. നമുക്ക് ഇന്നും ഒരു ക്വസ്റ്റ്യൻ ഇൻ ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. റീഡിംഗ് ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ആൻഡ് 60 മിനിറ്റ്സിലാണ് നിങ്ങൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 60 മിനിറ്റ്സിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പാസേജസ് ഉണ്ടാവും ആൻഡ് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം ഈ 60 മിനിറ്റ്സിൽ നിങ്ങൾ ആൻസറിങ്ങും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിസണിംഗ് ടെസ്റ്റിലെ പോലെ തന്നെ 40 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണുള്ളത്. നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ധൈര്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് 40 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ്, അതായത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യണോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബാൻഡ് സ്കോർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ബാൻഡ് സ്കോറൊക്കെ എന്താണെന്ന് അറിയാലോ. ആൻഡ് ഒരു പാസേജിന് അല്ലെങ്കിൽ ഒരു സെക്ഷന് 3 സെക്ഷനായിട്ട് അല്ലെങ്കിൽ 3 പാസേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വായിക്കാനുണ്ടാവും. അത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ചൂസ് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ 20 മിനിറ്റ്സ് ആണ് നിങ്ങൾ ഒരു പാസേജിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കിംഗ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് കമ്മിങ് സ്ലൈഡ്സിൽ നോക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ലാസ്റ്റ് ഓവർവ്യൂ ക്ലാസ്സിൽ അക്കാഡമിക് ഐൽസ് എങ്ങനെയാണ്, ജനറൽ ട്രെയിനിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിഫറൻസ് എന്ന്. റീഡിംഗ് ടെസ്റ്റ് ഈ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അക്കാഡമിക്കിൽ 3 ലോങ് പാസേജസ് നിങ്ങൾ വായിക്കാം. അതായത് 3 സെക്ഷനിൽ 3 പാസേജസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവും. 3 ലോങ് പാസേജസ് ആണ്. അത് തന്നെ മാഗസീൻസിൽ നിന്നോ ജേർണൽസിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ലോങ് ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് വായിക്കാനുണ്ടാവുക. ആൻഡ് ഓരോ ടെക്സ്റ്റിൽ നിന്നും ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനുണ്ടാവും. അതേസമയം തന്നെ ജനറൽ ട്രെയിനിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് 3 സെക്ഷനായിട്ടായിരിക്കും റീഡിംഗ് ടെക്സ്റ്റ് ഉണ്ടാവുക. അതിൽ ഒരു സെക്ഷനിൽ ചിലപ്പോൾ 1ൽ കൂടുതൽ പാസേജസ് ഉണ്ടാവാം. ഷോർട്ട് പാസേജസ് അല്ലെങ്കിൽ ഷോർട്ട് ടെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ കോൺടെക്സ്റ്റ് നോക്കുകയാണെങ്കിലോ, അക്കാഡമിക് IELTSലാണെങ്കിൽ നിങ്ങൾക്ക് കോൺടെക്സ്റ്റുകൾ വരുന്നത് പൊതുവേ സയൻറ്റിഫിക് ജേർണൽസിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ലോങ് എസ്സേസ് ആർട്ടിക്കിൾസ് ആണ് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുക. അതേസമയം ജനറൽ ട്രെയിനിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ സിറ്റുവേഷൻസിൽ നിന്നുള്ള ടെക്സ്റ്റ് ആണ് വായിക്കാൻ കിട്ടുക. ചിലപ്പോൾ കുറേ പ്രോഡക്ട്സിനെ കമ്പയർ ചെയ്യലോ അല്ലെങ്കിൽ ഒരു ഡയഗ്രാമോ ഒരു പോസ്റ്ററോ അങ്ങനെ പലതരത്തിലുള്ള ടെക്സ്റ്റ് വരാറുണ്ട്. ഷോർട്ട് ടെക്സ്റ്റ് വരാറുണ്ട്. ഒരു ലോങ് പാസേജ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എവിടെയാണ്? വർക്ക് പ്ലേസിൽ നിന്നല്ലെങ്കിൽ ജനറൽ ലൈഫ് സെനാരിയോസിൽ നിന്നാണ് ഈ ടെക്സ്റ്റുകളൊക്കെ വായിക്കാനുണ്ടാവുക. ഓക്കെ, ഇതാണ് അപ്പോൾ ACയും GTയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് റീഡിംഗ് ടെസ്റ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും GT കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ എന്ന്, കുഞ്ഞു ടെക്സ്റ്റ് ആണ് വായിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ. അത്ര എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. കാരണം ബാൻഡ് സ്കോറിങ് ഡിഫറെൻ്റ് ആണ്. ഞാൻ ബാൻഡ് സ്കോറിങ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബാൻഡ് സ്കോറാണല്ലോ നിങ്ങൾക്ക് കിട്ടുക. അത് തന്നെ അക്കാഡമിക്കിൽ നിങ്ങൾ 39 ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസർ ചെയ്താൽ, കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ബാൻഡ് 9 കിട്ടും. അതേസമയം ജനറലിൽ 40 ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാൻഡ് 9 കിട്ടുള്ളൂ. ഇനി ബാൻഡ് 7 നോക്കിയാലോ. ബാൻഡ് 7 കിട്ടണമെങ്കിൽ അക്കാഡമിക്കിലാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മതി. മിനിമം 30 ക്വസ്റ്റ്യൻസ്. അതേസമയം ജനറൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 34 ക്വസ്റ്റ്യൻസ് 34 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്താലാണ് ബാൻഡ് 7 കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസും കൂടി ഉണ്ട്. അപ്പോൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് റീഡിങ്, പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇൻ ഡീറ്റെയിൽ ഒക്കെ നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ടിപ്സും തരാം നിങ്ങൾക്ക് റീഡിംഗ് മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ്സസ് നിങ്ങൾക്ക് എവിടെയാണ് കാണേണ്ടതെന്ന് അറിയാലോ. ടെലിഗ്രാം ചാനലിലാണ് നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുക. അതിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക? ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്. പ്ലീസ് ജോയിൻ അവർ ചാനൽ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. See you in the class.